പലപ്പോഴും വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഞാനിത് എന്ത് തേങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ തന്നെ ആലോചിക്കുക കേട്ടോ. അതുപോലൊരു സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ കുളിച്ചു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കട്ടായങ്ങളാണ് ഈ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വെച്ച് തേക്കുന്നത് എൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. മുമ്പേ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിക്കണില്ല, അതൊക്കെ മറന്നുപോയി. ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലല്ലോ, എന്തൊക്കെയോ ഒരു ഇതിൽ എടുത്ത് വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതേ ഫൗണ്ടേഷൻ ഇട്ടു. എനിക്ക് കൈ വെച്ച് തേക്കുന്നത് ഫൗണ്ടേഷൻ ഇടുന്നത് കുറച്ച് കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അതിനുശേഷം നമ്മൾ കോമ്പാക്റ്റ് പൗഡർ ഉണ്ട്, അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് അങ്ങോട്ട് തീരില്ല, മേക്കപ്പിന് അത് പൂർണ്ണത ഇല്ലാത്ത കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ മൂക്കുത്തി കംപ്ലീറ്റ് ഇടാനുള്ളൊരു തന്ത്രപ്പാടാണ് കേട്ടോ. മൂക്കൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് മൂക്കുത്തി ഇടാത്തതുകൊണ്ട്. അങ്ങനെ ഇതേ ഏകദേശം അതേ കഴിഞ്ഞു മേക്കപ്പൊക്കെ. സൺ കിസ് ചെയ്യുന്നുണ്ട് എന്നെ കണ്ടോ. അപ്പം സൺ കിസ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിലെ ബട്ടൺ എന്തോ ഇട്ടിട്ടില്ല എന്നാണ് കേട്ടോ അമ്മ ബട്ടൺ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് തന്ത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 15-20 വർഷം ആവാറായി തോന്നുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട്. എന്നിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ഥലം എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് വിചാരിക്കണം. പിന്നെ ഞങ്ങൾ നമ്മളെ ഗണപതി ടെമ്പിളിലും കയറിയതിന് ശേഷം സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ആറ്റുകാലിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10 മണിക്ക് അമ്പലത്തിൽ വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഫുൾ കോലോട്ടാ, നെറ്റി നിറയെ ചന്ദനം ഇട്ടിട്ടുള്ള എന്നെ കണ്ട. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഞങ്ങൾക്ക് ഇന്ന് സിനിമയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കൈരളി ശ്രീനീള നമ്മുടെ എന്നേക്കുള്ള ഫേമസ്, എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തിയേറ്ററാണ്. അവിടെ പോയി കണ്ടിട്ടുള്ള പടം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആസിഫ് ഖാൻ്റെ പടമാണ് കണ്ടിട്ടുള്ളത്. രേഖാചിത്രം കേട്ടോ, നല്ല പടമാണ്. കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പഴയ കുറേ ഓർമ്മകൾ ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലിങ്ങനെ സിനിമ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ തിയേറ്റർ ഫുള്ളായിരുന്നു. ഏകദേശം 11 മണീൻ്റെ ഷോ ആണ് കേട്ടോ കയറിയിട്ടുള്ളത് മോർണിംഗിൽ. പിന്നെ ഞങ്ങൾ ഇതേ തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു കൂടെ ഓട്ടോ തിരിച്ച് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ ഈ തിയേറ്റർ കാണുമ്പോൾ ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ, ശ്രീകുമാർ ശ്രീ വിശാഖ്. അപ്പോൾ അതിങ്ങനെ ഓർമ്മയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഒരു പാട്ട വണ്ടിയായിരുന്നു KSRTCൻ്റെ, തീരെ ക്ലച്ചും ഇല്ല ഗിയറും ഇല്ല, അങ്ങനത്തെ ഒരു സാധനം വണ്ടി. ആ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ പറക്കും തളിക പാട്ടൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്നത് ലുലുവിലോട്ടാണ് ഗൈസ്. അപ്പോൾ ഇത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വന്ന വണ്ടീൻ്റെ കോലാണ് ഞാൻ ഏകദേശം കാണിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ കാണാൻ പറ്റില്ല. അതിനുശേഷം ഞങ്ങൾ KFCന്ന് ചെറുതായിട്ട് ബർഗർ കഴിച്ചു ഞാൻ കേട്ടോ. അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊക്കെ അമ്മ കഴിച്ചു, അതാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ലുലുവിലെന്ന് പറഞ്ഞാൽ മുട്ടി നടക്കാൻ പറ്റണില്ല. ഓഫറെന്ന് കേട്ടപ്പോൾ ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, നാട്ടുകാർ മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. ആകെ തിരക്കും ബഹളമായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ എങ്ങനെയൊക്കെ 1 മണിക്കൂർ നിന്നിട്ട് നമുക്ക് ബില്ലിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഊബറിന് വെയിറ്റ് ചെയ്യാണ്. ഊബറൊക്കെ കിട്ടി, ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് വരുന്ന ഒരു ബഹളം. ആ ചേട്ടനാണെങ്കിൽ ഊബർ ചേട്ടൻ നല്ല വർത്താനമായിരുന്നു. വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇതേ ലുലുവിൽ നിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ എക്സ്ട്രാ 10 രൂപ വാങ്ങി ആ വർത്താനം പറഞ്ഞു. അങ്ങനെ നല്ലോണം ക്ഷീണിച്ചു. രാവിലെ പോയിട്ട് ഇതേ വരുന്നത് വൈകുന്നേരം 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ആയിട്ട് നല്ല ഒരു കൊടും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ. നല്ല ഇതിലൊരു മഴ കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, കമൻറ്റ് ചെയ്യണ ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.